സമയത്ത് മൊബൈൽ ഫോൺ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അതൊക്കെ പോലീസിനെ കുറെ കഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് കൃത്യമായി ഇയാളിലോട്ട് എങ്ങനെയാണ് എത്തിയതെന്ന് പറയുന്നില്ല. കാര്യം ഇയാള് ഈ റോബറി നടത്തിയതിനു ശേഷം ആ സ്വന്തം വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു, നാട് വിട്ടു പോകാൻ ശ്രമിച്ചിട്ടില്ല. കാര്യം അത്ര കോൺഫിഡന്റ് ആയിരുന്നു പുള്ളിയെ പിടിക്കത്തില്ല എന്നുള്ള രീതിയിൽ ആയിരുന്നു പുള്ളിയുടെ ഇരുത്ത. ഈ പോലീസുകാരെ ചെന്ന സമയത്ത് തന്നെ ഇയാൾ ഞെട്ടി പോലീസുകാരെ കണ്ടിട്ട്. അപ്പം വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത് പാളിപ്പോയ ഒരു റോബറിയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടത്. പോലീസുകാരെ നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്. കറക്റ്റ് ഏതൊരു പോയിന്റിലാണ് ഇയാൾ ഇന്ന ആള് തന്നെയാണ്, റിജോ തന്നെയാണ് വ്യക്തി എന്ന് ഉറപ്പിച്ചത് എന്ന് പോലീസുകാർ പറയുന്നില്ല. അത് മേ ബി വരുന്ന ദിവസങ്ങളിൽ പറയുമായിരിക്കും ഏത് പോയിന്റിലാണ് ഇയാളെ കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്തതെന്ന്. പിന്നെ ഇയാളുടെ മോട്ടീവ് ഈ പറയുന്ന ഭാര്യയുടെ പേടിച്ചിട്ട് തന്നെയാണോ ഇയാൾ കക്കാൻ ഇറങ്ങിയതെന്നും അതും സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഇതിന്റെ പുറകിൽ, ഈ കേസിന്റെ പുറകിൽ ഇയാളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് ഇയാൾ പ്ലാൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇയാൾക്ക് ഏജും 40-48 വയസ്സുണ്ട്. അന്നേരം ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്തതാണോ സംശയമാണ്. ഇതിന്റെ പുറകിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും നാണം കെട്ടിട്ടുണ്ട് ആ ഒരു കുടുംബത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇയാളുടെ വൈഫ് കുവൈറ്റിലെ നേഴ്സാണ്. കുവൈറ്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സിന് എത്ര രൂപ സാലറി ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഊഹിച്ചാൽ മനസ്സിലാവും. എങ്ങനെയൊക്കെ പോയാലും 1.5 ലക്ഷം രൂപ ഏറ്റവും കുറവ് കാണും. ഏറ്റവും കുറവ് 1 ലക്ഷം രൂപയെങ്കിലും കാണും. ഏറ്റവും കുറവ് പട്ടിത്തരത്തിൽ 1 ലക്ഷം രൂപ കിട്ടും. അന്നേരം അവർ കുറെ കാലമായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ നല്ലൊരു എമൗണ്ട്, നിങ്ങൾ 1-2 ആയിരിക്കും അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ചിലപ്പം കിട്ടിയെന്ന് വരും. പോരാത്തതിന് 2 കുട്ടികളുണ്ട്, ഒരു ആങ്കൊച്ചുണ്ട്, ഒരു പെങ്കൊച്ചുണ്ട്. ഈ പിള്ളേർ എങ്ങനെ സ്കൂളിൽ? ആ വൈഫിന്റെ അവസ്ഥ എന്തായിരിക്കും? വല്ല നാട്ടിലും കിടക്കുകയാണ്. ഭർത്താവിനെ ബാങ്ക് റോബറി കേസിൽ പോകും, ടിവിയിലായിരിക്കും അറിയുന്നത്. അവരുടെ അവസ്ഥ ആലോചിച്ചു. എവിടെ പോയാലും ഈ ചീത്തപ്പേര് മാറത്തില്ല. ഇവൻ ഇല്ലാത്ത ഒരുത്തനാണ്, ഇവന് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുത്തനാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഇത്രയും വലിയ വീടുള്ള നല്ല നിലയിൽ താമസിക്കുന്ന ഒരുത്തൻ വന്നിട്ട് ഈ മാതിരി ചെറ്റപ്പരടി കാണിക്കുക. ഇവൻ എന്ത് ബോധമില്ല? ഇവൻ വല്ല കഞ്ചാവ് MDM വല്ല അടിച്ചിട്ട് ചുമ്മാ കയറിപ്പോയതാണോ? എടാ, ഈ റോബറി നടത്താൻ പ്ലാൻ ചെയ്തതിന്റെ പകുതി പ്ലാനിങ് നീ നിന്റെ ഫാമിലി പ്ലാനിങ്ങിൽ കൊടുത്തിരുന്നെങ്കിൽ അത് സക്സസ്ഫുൾ ആയി പോയത്. ഈ ഒരു അവസ്ഥ വരത്തില്ലായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പൈസയേക്കാൾ വിലയുള്ള ഒരു സാധനമാണ് നമ്മുടെയൊക്കെ മാനം. പൈസ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനക്കെട്ടിയും കുറച്ച് കരുത്തും ഒക്കെ ഉണ്ടെങ്കിൽ അത് വീണ്ടെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ മാനം വൺസ് പോയി കഴിഞ്ഞാൽ അത് പോയത് തന്നെ വീണ്ടെടുക്കാൻ വലിയ പാടാ, പ്രത്യേകിച്ച് ഈ മാതിരി കേസ് കെട്ടുകളിൽ. കൂടുതലൊന്നും പറയാനില്ല. എന്താണെങ്കിലും ഇതൊരു വല്ലാത്ത സംഭവമായി പോയി. ഇവനെ പേഴ്സണലി അറിയാവുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതലൊന്നും പറയാനില്ല. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അതും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് നമുക്ക് പിന്നീട് വീഡിയോ ആയിട്ട് വരാം. അപ്പൊ ശരിയെങ്കിൽ ടാറ്റാ ബൈ ബൈ.